ശ്രീ പി ജെ ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി ജെ ജോസഫ്, അദ്ദേഹത്തെ നേരിട്ട് കാണുവാനുള്ള അവസരം കിട്ടിയ ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാർപ്പാപ്പ എന്ന രീതിയിലുള്ള 12 വർഷത്തെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ താങ്കൾ കാണുന്നത്? ലാളിത്യത്തിന്റെയും എളിമയുടെയും പ്രതീകമായിരുന്നു പാപ്പ. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പാപ്പയെ നമ്മളെ കണ്ടിട്ടുള്ളൂ. കത്തോലിക്കരെ മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും സമാധാനം ഉണ്ടാകണം. ഇന്നലെ ഗാസയ്ക്ക് വേണ്ടി, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി, എല്ലായിടത്തും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ഫ്രാൻസിസ് അസിസിയുടെ ആ മനസ്സ്, കാരുണ്യമാണ് ദൈവം എന്ന് കണ്ട ഒരു മാർപ്പാപ്പയാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ലോക ജനതയെ, ദൈവം പിതാവാണെന്നും നമ്മളെല്ലാം മക്കളാണെന്നും ഏകോദര സഹോദരങ്ങളാണെന്നും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്നും പ്രാർത്ഥിച്ച ഒരു പാപ്പ. സഭയിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തിയ പാപ്പ. കാലുകഴുകൽ ശുശ്രൂഷയിൽ അഭയാർത്ഥികളെയും ജയിലിൽ കഴിയുന്നവരെയും ഉൾപ്പെടുത്തിയ ഒരു പാപ്പ. സ്ത്രീകളെ കാല് കഴിയ പാപ്പ. ഈ മനുഷ്യരുടെ സ്നേഹം, ദൈവത്തിന്റെ കരുണ എന്താണെന്ന് ജനങ്ങളെ കാണിച്ചു കൊടുത്ത പാപ്പ. സ്നേഹപൂർവം എല്ലാവരുടെയും ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കുന്ന പാപ്പയെ ഞാൻ കണ്ടത്. എന്നും സ്മരിക്കപ്പെടും. കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജനങ്ങളും അവരെല്ലാം ഒരുപോലെ കാണണം എന്ന് കണ്ട പാപ്പയാണ്. എക്കാലവും അനുസ്മരിക്കപ്പെടും. യൂറോപ്പിൽ നിന്ന് പുറത്തുള്ള ആദ്യത്തെ പാപ്പയാണ്, അർജന്റീനയിൽ നിന്നും. അപ്പൊ ഇനിയും വളരെ കാലം ഈ അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തലമുറ മുന്നോട്ട് പോകുമൊരു സംശയമില്ല. കാരുണ്യമാണ് ദൈവമെന്ന് ക്രിസ്തുവിനെ പോലെ കാണിച്ചു കൊടുത്ത, ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ഏറ്റവും നല്ല മാർഗം കരുണയാണ്. കാരുണ്യത്തെ സംബന്ധിച്ച് നിരന്തരമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒന്നാണ്. അത് തീരാ നഷ്ടമാണ് പോപ്പിന്റെ വിയോഗം. ശരി, ശ്രീ പി ജെ ജോസഫ്, ഇപ്പോൾ കത്തോലിക്ക